ഇലക്ട്രൽ ബോണ്ടിൻ്റെ അല്ലെങ്കിൽ വിറ്റ ഇലക്ട്രൽ ബോണ്ടിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 4002 കോടി രൂപയാണെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര കോടി കിട്ടിയിട്ടുണ്ട് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? മനു, ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. കാരണം ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഒരു കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2018 ഇലക്ട്രൽ ബോണ്ട് ആരംഭിച്ചത്. എന്നാൽ 2019 ശേഷമുള്ള വിവരങ്ങളായിരുന്നു അന്ന് വെബ്സൈറ്റിൽ നേരത്തെ പ്രസിദ്ധീകരിച്ചത്. ഈ 2018 മുതൽ 2019 ഏപ്രിൽ 12 വരെയുള്ള വിവരങ്ങൾ SBI പുറത്തുവിട്ടിരുന്നില്ല. എന്തായാലും ഇതിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിച്ചു, ഏതൊക്കെ വൻകിട കമ്പനികൾ ബോണ്ട് വാങ്ങി എന്നതിനെയും ഇനി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നമുക്കിപ്പോൾ പ്രാഥമികമായും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ മുദ്രവെച്ച കവറിൽ നൽകിയ അതേ ഫോട്ടോ അല്ലെങ്കിൽ അത് മുദ്രവെച്ച കവർ ഉൾപ്പെടെയാണ് നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആർക്കൊക്കെയാണ് ഇത് കിട്ടിയത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? തീർച്ചയായും പോകാൻ കഴിയും മനു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അത് പുറത്തുവിട്ടിട്ടേ ഉള്ളൂ. ഈ കൂടുതൽ വ്യക്തത നമുക്ക് കുറച്ചുകൂടി ലഭിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ മുദ്രവെച്ച കവറിൽ മാത്രമേ ആ വിവരങ്ങൾ നൽകിയിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ വിശദാംശം ഉണ്ടോ എന്ന കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ച കമ്പനിയുടെയും അതോടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ ഏതൊക്കെ ലഭിച്ചു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ആ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ മുദ്രവെച്ച കവറുകൾ മാത്രമാണ് നമുക്കിപ്പോൾ ഈ വെബ്സൈറ്റിൽ കാണാൻ കഴിയുന്നത് മനു. സിബി, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് സുപ്രീം കോടതിയിലെ ഉത്തരവിലെ ഒരു വരിയുടെ ചുവട് പിടിച്ചിട്ടാണ് ഈ ആദ്യ വർഷത്തെ 2018 മാർച്ച് മുതൽ അടുത്ത വർഷം 2019 ഏപ്രിൽ വരെയുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ SBI മറച്ചു പിടിച്ചത്. ആ ഉത്തരവിൽ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് 2019 നേരത്തെ 2019 ഏപ്രിൽ 12 സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിരുന്നല്ലോ, അതുവരെയുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സുപ്രീം കോടതിയിൽ നൽകണമെന്ന് പറഞ്ഞ് 2019 ഒരു ഉത്തരവ് നൽകിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞത് അന്ന് നൽകിയ ഇടക്കാല ഉത്തരവിന് ശേഷമുള്ള വിവരങ്ങൾ നൽകണമെന്നാണ്. ആ ഒരു വരി പിടിച്ചിട്ടാണ് ഇവർ ഇത്രയും കോടി രൂപയുടെ കണക്കുകൾ ഒളിപ്പിച്ചു വച്ചിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തോട്. വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ആദ്യ വർഷത്തെ കണക്കുകളിൽ ഇവർ. തീർച്ചയായും മനു, ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം മുതലേ ഒരു സമീപനം സ്വീകരിച്ചത് ഈ ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ പുറത്തു വിടാതിരിക്കാനുള്ള സമീപനമായിരുന്നു തുടർച്ചയായി തന്നെ മുന്നോട്ട് വെച്ചത്. പക്ഷേ CPIM അടക്കമുള്ള സംഘടനകൾ വീണ്ടും കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോവുകയും ഈ ഇലക്ട്രൽ ബോണ്ടുകളിലെ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, ഇതിൽ സുതാര്യത വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീടാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ച് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഇത്തരത്തിൽ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ ഇത് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുമ്പോൾ ഇടക്കാല ഉത്തരവ് മുതലുള്ള എല്ലാ വിവരങ്ങളും കൈമാറാൻ വേണ്ടിയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ആ ഇടക്കാല ഉത്തരവ് വന്ന 2019 ഏപ്രിൽ 12 വരെയുള്ള വിവരങ്ങൾ മറച്ചുവെച്ച് അതിനുശേഷമുള്ള 2019 ഏപ്രിൽ 12 പിന്നീട് 2024 ജനുവരി വരെയുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. അവിടെയും ഈ 2018 മുതൽ 2019 ഏപ്രിൽ 12 വരെയുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് ഈ SBI മറച്ചുവെക്കുകയും ഏകദേശം 4002 കോടി രൂപയിലധികം ബോണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൃത്യമായി 4002 കോടി രൂപ മൂല്യം വരുന്ന 9159 ബോണ്ടുകൾ SBI മറച്ചു പിടിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ പണം ആർക്കൊക്കെ ലഭിച്ചു, ഏതൊക്കെ പാർട്ടിക്ക് ലഭിച്ചു? നമുക്കറിയാം ഇപ്പോൾ തന്നെ അത് 6060 കോടി രൂപ BJPയിലേക്ക് എത്തിയെന്ന് നമുക്ക് 12000 കോടി രൂപയുടെ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 4002 കോടി രൂപയുടെ മൂല്യം വരുന്ന ബോണ്ടുകളുടെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ആ BJPയിലേക്ക് എത്ര രൂപ എത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിന്നീടും BJPക്ക് ലഭിക്കുന്ന പണത്തിന്റെ അളവ് കൂടുകയാണ്. സ്വാഭാവികമായും അത് മറച്ചുവെക്കാൻ തന്നെയാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ BJPയെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നിലപാട് സ്വീകരിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനു. എന്തായാലും ഇന്നിപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നാളെ അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നാളെ ഇത് പരിഗണനയിലേക്ക് വരുന്നത് അല്ലേ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ നമ്പർ? കാരണം ആ നമ്പർ പുറത്തു വന്നാലാണല്ലോ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നതിൽ വ്യക്തത വരികയുള്ളൂ. നാളെയല്ലേ അതിലൊരു തീരുമാനം വരാൻ പോകുന്നു അല്ലേ? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഇതിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒന്ന് ഈ ബോണ്ട് ആരൊക്കെ വാങ്ങി, ഏതൊക്കെ പാർട്ടി വാങ്ങി, രണ്ടാമത് ഏതൊക്കെ പാർട്ടികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സഹായം ലഭിച്ചു, ഇതിന് ഫണ്ട് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതിൽ ഏത് ബോണ്ട് ഏത് പാർട്ടിക്ക് ലഭിച്ചു എന്ന് കൃത്യമായി അറിയാൻ കഴിയില്ല. അങ്ങനെ അറിയണമെങ്കിൽ കൃത്യമായി ആ നമ്പറുകൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ആ നമ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന നമ്പറിലെ ബോണ്ട്, ആ ബോണ്ട് വഴിയുള്ള പണം ഇന്ന പാർട്ടിക്ക് ലഭിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു SBI നമ്പർ പോലും നൽകാതെ ആ വെബ്സൈറ്റിലൂടെ
പ്രസിദ്ധീകരിച്ചത്. എന്തായാലും അതിനെതിരെ വീണ്ടും ഹർജിക്കാർ കോടതിയെ സമീപിക്കുകയും പിന്നീട് കോടതി കൃത്യമായി അപൂർണമായ രേഖയല്ല വേണ്ടത്, പൂർണ്ണമായ രേഖയാണ് വേണ്ടത്, ആ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് കൃത്യമായി DY ചന്ദ്രചൂഡ് വീണ്ടും വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ഈ നമ്പറുകൾ കൂടി പുറത്തുവിടേണ്ടി വരും SBIക്ക്. ശരി ശരി സിബിയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ഇലക്ട്രൽ ബോണ്ട് എന്ന സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങളിൽ ഒന്നിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആദ്യ വർഷം, അതായത് ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്ന 2018 മാർച്ച് മുതൽ 2019 ഏപ്രിൽ വരെയുള്ള ഒന്നാം സാമ്പത്തിക വർഷത്തിൽ വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ ബോണ്ടുകളുടെ കണക്കുകൾ SBI നൽകിയിരുന്നില്ല. 4002 കോടിയുടെ ബോണ്ടുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ വിറ്റുപോയത്. അത് നൽകിയിരുന്നില്ല SBI. പക്ഷേ ഇപ്പോൾ ഈ കോടതിയുടെ കർശന ഇടപെടൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു മാർഗ്ഗങ്ങളില്ലാതെ ആ വിവരങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ 4002 കോടി രൂപയിൽ എത്ര കോടി രൂപ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ആരൊക്കെയാണ് സംഭാവന നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോണ്ടുകൾ വാങ്ങിയത് എന്നതടക്കമുള്ള പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. വിവരങ്ങളാണ് സിബി ദില്ലിയിൽ നിന്ന് നൽകുകയും ചെയ്തത്.